കോഴിക്കോട് ജില്ലയിലെ ഒരു മുസ്ലിം കുടുംബത്തിലെ ചെറിയ മകളായിരുന്നു ഷാനി. 3 ഇക്കാക്കമാർക്ക് ഏക സഹോദരിയായി പിറന്ന അവൾക്ക് ഉപ്പയും ഉമ്മയും ഇക്കാക്കമാരുമായിരുന്നു അവരുടെ ലോകം. അവരുടെ സ്നേഹമുള്ള വാത്സല്യമായ ഒരു മകളായിരുന്നു ഷാനി. ഡിഗ്രിക്ക് 2ാം വർഷം പഠിക്കുമ്പോഴാണ് ഷാനിയുടെ ലൈഫിലേക്ക് റസാഖ് കടന്നു വരുന്നത്. അടുത്ത പട്ടണത്തിൽ താമസിക്കുന്ന റസാഖിന് ഷാനിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അവളുടെ സൗന്ദര്യവും നിഷ്കളങ്കതയും അവൻ്റെ മനസ്സിൽ വല്ലാതെ ആകർഷിപ്പിച്ചു. പക്ഷേ ഷാനിക്ക് റസാഖിനോട് അങ്ങനെ ഒരു പ്രണയം ഇല്ലായിരുന്നു. അവൾക്ക് അവനൊരു പരിചയക്കാരൻ മാത്രമായിരുന്നു. റസാഖ് തൻ്റെ ഇഷ്ടം ഉമ്മയോട് തുറന്നു പറഞ്ഞു. ഉപ്പയില്ലാത്ത റസാഖിന് ഉമ്മയും ഒരു ഇത്താത്തയും ഒരു ഇക്കാക്കയും അവരുടെ ഭാര്യയും മക്കളും അടങ്ങുന്നതായിരുന്നു അവൻ്റെ കുടുംബം. കുറച്ചു കാലം അവൻ ദുബായിൽ ജോലി ചെയ്തിരുന്നു. റസാഖിന് പിന്നീട് നാട്ടിൽ തന്നെ ഒരു കട തുടങ്ങാനായിരുന്നു താല്പര്യം. അങ്ങനെ അവനൊരു ചെറിയ പലചരക്കു കട തുടങ്ങി. ഷാനിയെക്കുറിച്ച് റസാഖിൻ്റെ ഉമ്മ അന്വേഷിച്ചു. ഉമ്മാക്ക് ഷാനിയുടെ വീട് അടുത്ത പട്ടണത്തിൽ എവിടെയാണെന്ന് വ്യക്തമല്ലാത്തത് കൊണ്ട് അവർക്ക് ആശങ്കയുണ്ടായി. ആ മോനെ, എൻ്റെ ഒരു കൂട്ടുകാരി റുക്കിയയുടെ വീട് അവിടെയാണ്. ഞാൻ അവളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. റുക്കിയ വഴി ഷാനിയുടെ കുടുംബത്തെക്കുറിച്ച് അറിയാമെന്ന പ്രതീക്ഷയിലാണ് ഉമ്മ റുക്കിയയെ ഫോൺ ചെയ്തത്. റുക്കിയക്ക് ഷാനിയെ അറിയാമായിരുന്നു. പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉമ്മറിൻ്റെ മകളാണെന്നും തോന്നുന്നു. നല്ല കുട്ടിയാണ്, എല്ലാത്തിനും മിടുക്കിയാണ്. ഷാനിയെക്കുറിച്ച് നല്ല അഭിപ്രായം കേട്ടപ്പോൾ ഉമ്മയായ ഖദീജക്ക് സന്തോഷമായി. എന്നാൽ നീ അവരോട് റസാഖിൻ്റെ കാര്യമെന്ന് പറയോ? ഖദീജ ആകാംക്ഷയോടെ ചോദിച്ചു. ശരി, ഞാൻ അവരോടൊന്ന് സംസാരിക്കാം. അവർക്കും ഓക്കെ ആണെങ്കിൽ ഞാൻ നിന്നോട് വിളിച്ച് പറയാട്ടോ. അതുപോട്ടെ ഖദീജ, നിൻ്റെ മോൾ സീനത്ത് കെട്ടിയവൻ്റെ വീട്ടിലേക്ക് പോയോ? റുക്കിയ ചോദിച്ചു. ഇല്ല റുക്കിയ, പുതിയാപ്ല ഇവളെ കൊണ്ടുപോകില്ല എന്നാണ് പറയുന്നത്. ഖദീജയുടെ ശബ്ദത്തിൽ നിരാശയുണ്ടായിരുന്നു. അവൻ്റെ ഉമ്മയെയും പെങ്ങളെയും ദ്രോഹിച്ചാൽ അവർ പിന്നെ എങ്ങനെയാ കൊണ്ടുപോവുക? റുക്കിയ ചോദിച്ചു. റുക്കിയയുടെ ഈ ചോദ്യം ഖദീജയെ അധികം ദേഷ്യമുണ്ടാക്കി. ഖദീജ പറഞ്ഞു, എൻ്റെ മോളെ അവൻ വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാലേ ഞാൻ അവളെ വിടുള്ളൂ. മകളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടും സ്വന്തം മകളുടെ അഭിമാനം സംരക്ഷിക്കാൻ ഖദീജ ഉറച്ചു നിന്നു. ഷാനിയുടെയും റസാഖിൻ്റെയും കാര്യത്തിൽ ഒരു നല്ല മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഖദീജ. എന്നാൽ ശരി ഖദീജ, ഞാൻ ഉമ്മറിൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് വിവരം പറയാട്ടോ. അവർ ഫോൺ കട്ട് ചെയ്തു. പിറ്റേ ദിവസം റുക്കിയ ഉമ്മറിൻ്റെ വീട്ടിലെത്തി. ഷാനിയുടെ മാതാപിതാക്കളോട് റുക്കിയ കാര്യങ്ങൾ അവതരിപ്പിച്ചു. നമ്മുടെ ഷാനിയെ എൻ്റെ കൂട്ടുകാരുടെ മോൻ അങ്ങാടിയിൽ നിന്ന് കണ്ടിഷ്ടമായി എന്ന് പറഞ്ഞു അവൾ വിളിച്ചിരുന്നു. റുക്കിയ ചോദിച്ചു, നിങ്ങളിപ്പോൾ ഷാനിക്ക് നിക്കാഹ് നോക്കുന്നുണ്ടോ? അവർ പറഞ്ഞു, നോക്കണം റുക്കിയ. ഉമ്മർ മറുപടി പറഞ്ഞു. എന്നാൽ അവരോട് ഞാൻ വരാൻ പറയട്ടെ. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ മാത്രം ഞാൻ സംസാരിച്ചോളൂ. നിങ്ങൾ സംസാരിച്ചോളൂ. റുക്കിയ ഒരു നിർദ്ദേശം വെച്ചു. ഓക്കെ, അടുത്ത ആഴ്ച വരാൻ പറഞ്ഞോളൂ റുക്കിയ. ഉമ്മർ പറഞ്ഞു. ഇത് അറിഞ്ഞതും ഖദീജയെ വിളിച്ച് കാര്യം അറിയിച്ചു. ഖദീജ ആ സന്തോഷ വാർത്ത റസാഖിനോട് പറഞ്ഞു. അത് കേട്ടെന്ന് റസാഖിന് ഒരുപാട് സന്തോഷമായി. അവൻ്റെ പ്രണയത്തിന് ഒരു വഴി തുറന്നു കിട്ടിയതിനുള്ള സന്തോഷത്തിലായിരുന്നു അവൻ. അടുത്ത ആഴ്ച ഷാനിയെ കാണാമല്ലോ എന്ന സന്തോഷിച്ച് കാത്തിരുന്നു. ഞായറാഴ്ച റസാഖും കുടുംബവും ഷാനിയെ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന് ബാപ്പ ഷാനിയോട് പറഞ്ഞു. മോളെ, ഞായറാഴ്ച മോളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. പെണ്ണ് കാണാനാണ് വരുന്നത്. അത് നല്ല കൂട്ടരാണെങ്കിൽ ബാപ്പ നിക്കാഹ് നടത്തിട്ടോ. ബാപ്പയുടെ വാക്കുകൾ ഷാനിയെ അമ്പരിപ്പിച്ചു. ബാപ്പ, എനിക്ക് ഇപ്പോൾ കല്യാണം വേണ്ട. ആദ്യം ഇക്കാക്കന്മാരുടെ കല്യാണം നടക്കട്ടെ. അവൾ എതിർത്തു. ബാപ്പ സ്നേഹത്തോടെ അത് തിരുത്തി. നീ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാ അവരുടെ നടത്തുക? അവരുടെ കല്യാണം നടക്കണമെങ്കിൽ ആദ്യം മോളുടെ കല്യാണം നടക്കണം. ബാപ്പയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഷാനി പിന്നെ ഒന്നും നോക്കിയില്ല, തർക്കിക്കാനും നിന്നില്ല. മനസ്സില്ലാ മനസ്സോടെ കുലുക്കി സമ്മതിച്ചു. ഞായറാഴ്ചയായി. റസാഖും ഉമ്മയും അവൻ്റെ കുടുംബങ്ങളും ഷാനിയുടെ വീട്ടിലെത്തി. അവർക്കെല്ലാവർക്കും ഷാനിയെ ഒരുപാട് ഇഷ്ടമായി. അവർ ആ ഇഷ്ടം അപ്പോൾ തന്നെ തുറന്നു പറയുകയും ചെയ്തു. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ അടുത്ത ആഴ്ച വീട്ടിലേക്ക് വരൂ. സമ്മതമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നിക്കാഹ് നടത്താം. റസാഖിൻ്റെ കുടുംബം അവരുടെ താല്പര്യം അറിയിച്ചു. അടുത്ത ആഴ്ച ഷാനിയുടെ വീട്ടുകാർ റസാഖിൻ്റെ വീട് കാണാൻ പോയി. വീടും പരിസരവും കണ്ടപ്പോൾ ഷാനിയുടെ കുടുംബത്തിന് സന്തോഷമായി. അന്ന് വൈകിട്ട് ഷാനിയുടെയും റസാഖിൻ്റെയും നിക്കാഹ് ഡേറ്റ് ഫിക്സ് ചെയ്തു. വെറും 10 ദിവസം മാത്രമായിരുന്നു നിക്കാഹിന് സമയമുണ്ടായിരുന്നത്. നിക്കാഹ് ഇത്ര പെട്ടെന്ന് വേണോ ഉപ്പ? ഇക്കാക്കന്മാർ പെട്ടെന്ന് ദുബായിൽ നിന്ന് വരാൻ പറ്റുമോ? റസിയ ചോദിച്ചു. അവർ ഈ ആഴ്ച എത്തും മോളെ. ബാപ്പ അവളെ സമാധാനിപ്പിച്ചു. ശരി ബാപ്പ. ഷാനി പിന്നെ ഒന്നും പറഞ്ഞില്ല. 4 ദിവസം ഷാനിയുടെ ഇക്കാക്കന്മാർ ദുബായിൽ നിന്ന് എത്തി.
ഷാനിയെ കണ്ടതും അവർ സ്നേഹത്തോടെ ചോദിച്ചു, നിനക്ക് ചെക്കനെ ഇഷ്ടമായോ? ഷാനി അതിനൊരു മറുപടി പറയാതെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ശരി, ഇനി നിങ്ങളുടെ വിശേഷങ്ങൾ പറ. ഷാനി വിഷയം മാറ്റി. ഞങ്ങൾക്കെന്ത് വിശേഷം? അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഷാനിക്ക് റസാക്കിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടും വീട്ടുകാരുടെ ഇഷ്ടവും അവരുടെ നിർബന്ധവും കാരണം അവൾ വിവാഹത്തിന് സമ്മതിപ്പിച്ചു. പെട്ടെന്ന് തന്നെ ഷാനിയുടെ നിക്കാഹ് ദിവസം വന്നെത്തി. ആ ദിവസത്തിനായി റസാക്ക് ആകാംക്ഷയോടെ കാത്തിരുന്നതായിരുന്നു. നിക്കാഹ് കഴിഞ്ഞു. അവൾ റസാക്കിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ നേരം ബാപ്പയെയും ഉമ്മയെയും കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. സ്വന്തം വീടും പ്രിയപ്പെട്ടവരെയും വിട്ടുപിരിയുന്നതിനുള്ള ദുഃഖം അവളെ വല്ലാതെ അലട്ടി. അവർ അവളെ സമാധാനിപ്പിച്ച് യാത്രയാക്കി. മാസങ്ങൾ കടന്നുപോയി. ഷാനി റസാക്കിൻ്റെ വീട്ടിൽ പൊരുത്തപ്പെട്ടു വരുന്നതേയുള്ളൂ. ഒരു ദിവസം റസാക്കിൻ്റെ ഇക്കയുടെ ഭാര്യ ഷാനിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഷാനി, ഇവിടെ സൂക്ഷിച്ചു നിന്നോളി. പണിയെടുത്ത് കാണിച്ചു കൊടുക്കണ്ട, അത് പിന്നെ നിനക്കൊരു തലവേദനയാവും. അവൾ ഷാനിക്ക് മുന്നറിയിപ്പ് നൽകി. അതെന്താ താത്ത, നമ്മുടെ നാത്തിന് ഒരു പണിയും ചെയ്യൂലേ? ഷാനിക്ക് സംശയമായി. ഓളൊരു പണിയും ചെയ്യൂല. അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഓടിച്ചിറക്കി വിട്ടതാണ്. നീ സൂക്ഷിച്ചു നിന്നോളേ. ഞാൻ ഇവരുടെ ദ്രോഹം സഹിക്കാതെയാണ് വേറെ വീട് അടുത്ത് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഞാൻ അങ്ങോട്ട് വരാറില്ല. എനിക്ക് അവരെ ഇഷ്ടമല്ല. നീ ഒഴിവുള്ളപ്പോൾ അങ്ങോട്ട് പോരെ. അവർ ഷാനിയെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചു. ശരി ഇത്ത, ഷാനി സമ്മതിച്ചു. ഇത്തയുടെ വാക്കുകൾ ഷാനിയിൽ ആശങ്കയുണ്ടാക്കി. ഷാനിക്ക് അവളുടെ ഉപ്പയും ഉമ്മയും എങ്ങനെയാണോ അതേപോലെയാണ് റസാക്കിന് അവൻ്റെ ഉമ്മയോട്. ഉമ്മ എന്ത് പറയുന്നുവോ അത് മാത്രമാണ് റസാക്ക് ചെയ്യുള്ളൂ. ഒരു ദിവസം ഷാനി റസാക്കിനോട് പറഞ്ഞു, ഇക്ക, എനിക്ക് എൻ്റെ ഉമ്മയെയും ഉപ്പയെയും ഇക്കാക്കമാരെയും കാണാൻ പൂതിയാവുന്നു. ഞാനൊന്ന് വീട് വരെ പോയിക്കോട്ടെ. അപ്പോൾ തന്നെ റസാക്ക് പറഞ്ഞു, ഉമ്മയോടും ഇത്താത്തയോടും ചോദിച്ചിട്ട് പോയിക്കോ. അവൾ കുറച്ച് കഴിഞ്ഞ് ഉമ്മയോട് പോയി ചോദിച്ചു. അത് കേട്ട് ഉമ്മ പറഞ്ഞു, അതൊന്നും നടക്കില്ല. ഇവിടുത്തെ പണിയൊന്നും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഉമ്മ, ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഒരു മാസമായി, ഷാനി പറഞ്ഞു. അതിനെന്താ, എല്ലാ മാസവും പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഉമ്മയുടെ മറുപടി ഷാനിയെ നിശബ്ദയാക്കി. അവൾ റസാക്കിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ട് റസാക്ക് പറഞ്ഞു, അവർ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. റസാക്കിൻ്റെ ഈ സ്വഭാവം ഷാനിയെ വല്ലാതെ സങ്കടത്തിലാക്കി. അവൾക്ക് വീട്ടിൽ പോകാൻ കഴിഞ്ഞില്ല എന്നതിലുപരി റസാക്ക് തനിക്ക് വേണ്ടി സംസാരിക്കാത്തതിനാൽ അവളെ മനസ്സ് വല്ലാതെ വേദനിപ്പിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഷാനിയുടെ ഉപ്പയും ഉമ്മയും ഷാനിയെ കാണാൻ റസാക്കിൻ്റെ വീട്ടിലെത്തി. അവരെ കണ്ടതും ഖദീജ അവരെ കാണാത്ത ഭാവത്തിൽ അകത്തേക്ക് പോയി. ഇത് ഷാനിയുടെ മാതാപിതാക്കളെ വളരെയേറെ വിഷമിപ്പിച്ചു. ഷാനിയുടെ ഉമ്മ ഷാനിയോട് ചോദിച്ചു, മോൾക്ക് ഇവിടെ സുഖമാണോ മോളെ? അവൾ ഒരു നിമിഷം ആലോചിച്ച് പറഞ്ഞു, സുഖമാണ് ഉമ്മ. അവളുടെ മനസ്സിലെ സങ്കടങ്ങൾ പുറത്തു കാണിക്കാതെ അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ഇക്കാക്കന്മാർ പോയില്ലേ ഉപ്പ? ഷാനി ചോദിച്ചു. ആ, അവർ ഇന്നലെ പോയി മോളെ. നിന്നെ വന്ന് കാണണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അവർ ദുബായിൽ നിന്ന് വരണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ വേഗം പോയി. അവർ യാത്ര പറയാൻ എവിടെയും പോയിട്ടില്ല മോളെ. അത് സാരമില്ലപ്പ, ഷാനി പറഞ്ഞു. ഉപ്പയുടെ മുഖത്ത് ഒരു നിരാശയുണ്ടായിരുന്നു. എനിക്ക് നിന്റെ കല്യാണക്കാര്യത്തിൽ തെറ്റുപറ്റിയ മോളെ? ഉപ്പ ചോദിച്ചു. ഇല്ല ഉപ്പ, എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഒന്നുമില്ല മോളെ, അവർ പറഞ്ഞു. ആ മാതാപിതാക്കൾ അവിടെ നിന്ന് ചായ പോലും കുടിക്കാതെ അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിച്ചു. പോകാൻ നേരം ഉപ്പ ഷാനിയോട് പറഞ്ഞു, മോൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മോൾ ഫോൺ എടുത്ത് ഉപ്പ എന്ന് വിളിച്ചാൽ മാത്രം മതി. ഉപ്പ വന്ന് മോളെ കൂട്ടിക്കൊണ്ടു പോകും. അതും പറഞ്ഞ് അവർ പോയി. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായി. കുട്ടികൾ ആവാത്തതിനെ തുടർന്ന് ഖദീജ അവളെ കുത്തി നോവിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവളുടെ നാത്തൂൻ പറഞ്ഞു, ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് 2 മാസമായപ്പോഴൊക്കെ ഞാൻ പ്രഗ്നൻ്റായി. ഇവൾക്ക് ആവാത്തത് എന്തെങ്കിലും അസുഖവും കാര്യങ്ങളോ എന്തേ ഉണ്ടാവുമ്മ. ഈ വാക്കുകൾ കേട്ടതും ഷാനി കരഞ്ഞു അകത്തേക്ക് പോയി. റസാക്കിനോട് ഷാനി ഈ കാര്യം പറഞ്ഞപ്പോൾ അവൻ്റെ മറുപടി അവളെ കൂടുതൽ സങ്കടത്തിലാക്കി. അവർ പറഞ്ഞത് ശരിയല്ല ഷാനി, കല്യാണം കഴിഞ്ഞ 1 വർഷമായി, എന്നിട്ട് കുട്ടികളായില്ലെങ്കിൽ എല്ലാവരും പറയൂലേ? ഇത് കേട്ട് റസാക്കിന് എന്തോ പോലെയായി. റസാക്കിൻ്റെ ഇക്ക ഇതിൽ ഇടപെട്ടു. അതിന് അവളെ മാത്രം കുറ്റം പറയണ്ട. 1 വർഷമല്ലേ ആയുള്ളൂ. ഹോസ്പിറ്റലിൽ പോയിട്ടൊന്നും ഇല്ലല്ലോ. പോയി കാണിക്ക്, അപ്പോൾ അറിയാം ആർക്കാണ് എന്താ പ്രശ്നമുള്ളതെന്ന്. അല്ലാതെ ഇവളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇക്കാക്കയുടെ വാക്കുകൾ കേട്ട് റസാക്ക് തലതാത്തി. പിറ്റേ ദിവസം തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് പോയി. ഡോക്ടർ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ചെയ്തു. 1 ആഴ്ച കഴിഞ്ഞ് അവരുടെ ഡോക്ടർ വീണ്ടും വരാൻ പറഞ്ഞു. അവർ 1 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പോയി. ഡോക്ടർ റിസൾട്ടുകൾ നോക്കിയിട്ട് പറഞ്ഞു, ഷാനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. റസാഖ്, ഞാൻ പറഞ്ഞ ടെസ്റ്റുകളൊന്നും നീ ചെയ്തില്ലല്ലോ. അതിന് എനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല ഡോക്ടർ. റസാഖ് തട്ടിക്കയറി പറഞ്ഞു.
അതെങ്ങനെ ശരിയാവുക? കുട്ടികൾ വേണ്ടത് രണ്ടുപേർക്കും അല്ലേ? രണ്ടുപേരുടെയും ടെസ്റ്റുകൾ ചെയ്താലല്ലേ ആർക്കാണ് പ്രശ്നമുള്ളൂ എന്ന് അറിയുള്ളൂ. ഇപ്പോൾ ഷാനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് മനസ്സിലായില്ലേ? ഡോക്ടർ ചോദിച്ചു. അപ്പോൾ റസാഖ് പറഞ്ഞു, എനിക്കൊരു കുഴപ്പവുമില്ല. അവൻ വീണ്ടും പറഞ്ഞു, മിസ്റ്റർ, അത് നിങ്ങൾ അല്ല തീരുമാനിക്കേണ്ടത്. കുട്ടികളാവാത്തതിൻ്റെ കാരണം പെണ്ണുങ്ങൾക്ക് മാത്രമാണെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഡോക്ടർ രൂക്ഷമായി ചോദിച്ചു. റസാഖ് ഒന്നും മറുപടി കൊടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഷാനി അവനെ പിന്തുടർന്നു. റസാഖിനെ ഈ സമീപനം ഷാനിയെ വല്ലാതെ തളർത്തി. സ്വന്തം ഭർത്താവ് പോലും തന്നെ മനസ്സിലാക്കാതെ പിന്തുണക്കാതെയും പെരുമാറുന്നത് അവളെ ഒറ്റപ്പെടുത്തി. ഖദീജ റസാഖിനെയും ഷാനിയെയും കാത്തിരിക്കുകയായിരുന്നു.